ലോകത്തെ അമ്പരപ്പിച്ച പല ബാങ്ക് കവർച്ചകൾ നടന്നിട്ടുണ്ട്. സിനിമാ കഥകളെ പോലും വെല്ലുന്ന ആസൂത്രണത്തോടെയാണ് ഈ കൊള്ളകളിൽ പലതും നടന്നത്. 2003 സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖിൽ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയായി കണക്കാക്കപ്പെടും. ഇറാഖിൽ അമേരിക്കൻ അധിനിവേശം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇറാഖ് മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈന്റെ മകൻ ഹുസൈൻ ബാങ്കിലെത്തി $1 ബില്യൺ പണം ട്രക്കുകളിൽ കയറ്റി കൊണ്ടുപോയി. ഒരു ഭരണാധികാരി നേരിട്ട് നടത്തിയ ഈ കൊള്ള ലോകത്തെ നടുക്കിയ ഒന്നായിരുന്നു. 2005 ബ്രസീലിൽ നടന്ന ബാങ്കോ സെൻട്രൽ കവർച്ചയിൽ നഷ്ടമായത് $71 മില്യൺ ആയിരുന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നായിരുന്നു ബ്രസീലിലെ ഫോർട്ടാലസയിൽ നടന്ന ഈ കൊള്ള. കൊള്ളക്കാർ ബാങ്കിന് സമീപം ഒരു വീട് വാടകയ്ക്കെടുത്ത് ചെടികളും മറ്റും വിൽക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് സ്ഥാപനമായി അഭിനയിക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് അവർ ബാങ്ക് ലോക്കറിന് താഴെയായി 250 അടിയിൽ കൂടുതൽ നീളമുള്ള ഒരു തുരങ്കം നിർമ്മിച്ചു. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ടൺ കണക്കിന് മണ്ണ് അവർ പുറത്തെത്തിക്കുകയും ചെയ്തു. പിന്നീട് വീക്കെൻഡിൽ ആ ബാങ്കിലെത്തി ലോക്കർ തകർത്ത് ഏകദേശം 3.5 ടൺ നോട്ടുകളാണ് ഇവർ കടത്തിക്കൊണ്ടുപോയത്. 2007 ഇറാഖിലെ തന്നെ ഡാറുസലാം ബാങ്കിൽ നടത്തിയത് $282 മില്യൺ കൊള്ളയാണ്. ബാഗ്ദാദിലെ ഒരു സ്വകാര്യ ബാങ്കിൽ നടന്ന ഈ കൊള്ള നടത്തിയത് പുറത്തു നിന്നും വന്ന കള്ളന്മാരല്ല, ബാങ്കിനകത്തെ ഒരു കൂട്ടം കള്ളന്മാരാണ് ഈ കളവ് നടത്തിയത്. ആ ബാങ്കിലെ 3 സെക്യൂരിറ്റി ഗാർഡുകൾ ചേർന്നാണ് $282 മില്യൺ കടന്നു കളഞ്ഞത്. ഇത്രയും വലിയ തുക ഒരു സ്വകാര്യ ബാങ്കിൽ എങ്ങനെ വന്നു എന്നത് ഇന്നും ഒരു നിഗൂഢത ആയി തുടരുകയാണ്. 1976 BBME എന്നറിയപ്പെടുന്ന ലെബനോണിലെ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റിൽ നടന്നത് ഏതാണ്ട് $50 മില്യൺ കവർച്ചയാണ്. ലെബനോണിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഇടയിലാണ് ഈ കൊള്ള നടന്നത്. PLO എന്ന സംഘടനയുമായി ബന്ധമുള്ള ഒരു ഗ്രൂപ്പാണ് അതിന് പിന്നിലെന്ന് കരുതപ്പെടും. ബാങ്കിനോട് ചേർന്നുള്ള പള്ളിയുടെ മതിൽ തകർത്താണ് അവർ അകത്ത് കടന്നത്. സ്വർണ്ണക്കട്ടികളും പണവും ഉൾപ്പെടെ വലിയൊരു മുതൽ തന്നെ അവർ കൊള്ളയടിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള എന്ന് അറിയപ്പെടുന്നത് 2007 നടന്ന ചേലേമ്പ്ര ബാങ്ക് കവർച്ചയാണ്. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്രയിലാണ് ധൂം എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഈ കവർച്ച ആസൂത്രണം ചെയ്തത്. പിടിയിലായ ആ കൊള്ളക്കാർ തന്നെയാണ് പിന്നീട് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ബാങ്കിന് താഴെയുള്ള ഒരു ഹോട്ടൽ വാടകയ്ക്കെടുത്ത് മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് തുരന്ന് 80 കിലോ സ്വർണവും 25 ലക്ഷം രൂപയുമാണ് അന്ന് കൊള്ളയടിച്ചത്. ചേലേമ്പ്രയിലുള്ള സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ താഴത്തെ നിലയുള്ള റെസ്റ്റോറന്റ് പ്രതികൾ വാടകയ്ക്കെടുത്ത് ഹോട്ടൽ ഗ്രാമ എന്ന പേരിൽ ഒരു ബോർഡും അവിടെ തൂക്കിയിരുന്നു. ആ ഹോട്ടലിന്റെ മുകൾ തട്ട് തുരന്നാണ് അവർ ബാങ്കിന്റെ ഉള്ളിലേക്ക് കടന്നത്. തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെയാണ് അവർ കടന്നു കളഞ്ഞത്. എന്നാൽ പിന്നീട് നടന്ന ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ചില മൊബൈൽ ഫോൺ കോളുകളും മറ്റ് ചില ചെറിയ സൂചനകളും പോലീസിന് സഹായകരമായി മാറി. ഈ കേസിന്റെ മുഖ്യ ആസൂത്രനായ ജെയ്സനെയും കൂട്ടാളികളെയും പോലീസ് പിന്നീട് പിടികൂടുകയും ചെയ്തു. കവർച്ച നടത്തിയ സ്വർണത്തിന്റെ ഭൂരിഭാഗവും വീണ്ടെടുക്കാൻ സാധിച്ചു എന്നതും കേരള പോലീസിന്റെ മിടുക്ക് തെളിയിച്ചൊരു സംഭവമായിരുന്നു.